വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരും പ്രതികളാണ്. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, IC ബാലകൃഷ്ണൻ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്നടക്കം CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യമുന്നയിച്ച് വന്നിരുന്നു. ഇതിപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവിടെ വീട്ടിലെത്തി അനുരഞ്ജന ചർച്ചയൊക്കെ നടത്തിയിരുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് അവരെ ഒരു സമീപനത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇന്ന് ഇന്റർവ്യൂവിൽ തന്നെയും പ്രതിപട്ടികയിൽ ഇവരുടെ IC ബാലകൃഷ്ണനെ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KK ഗോപിനാഥും ഈ പ്രതിപട്ടികയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് ജില്ലയിലെ. KK ഗോപിനാഥും പ്രതിപട്ടികയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം, അത് MLA അറസ്റ്റ് ചെയ്യണമെന്നാണ് BJPയുടെയും അതുപോലെ തന്നെ CPMന്റെയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ ആവശ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വീട്ടുകാരെയൊക്കെ അനുനയിപ്പിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി വലിയ രീതിയിൽ തന്നെ അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. KPCC നേതൃത്വത്തിനടക്കം ഇതിൽ പങ്കുണ്ട്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ KPCCക്ക് അടക്കം പങ്കുണ്ട് എന്നുള്ളതാണ് NM വിജയന്റെ കത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവർ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, പണം വാങ്ങുക മാത്രമല്ല, ഈ പണം വാങ്ങിയവർക്ക് നിൽപ്പന നൽകാതെ ഇവർ മുങ്ങുകയും ചെയ്തു. തുടർന്ന് തന്റെ ചുമലിൽ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്റെ ചുമലിൽ ഇട്ടുകൊണ്ട് രക്ഷപ്പെടുകയാണ് ഈ നേതാക്കൾ ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് ഇദ്ദേഹം എഴുതിയത്. അതിന്റെ ഒരു കോപ്പി KPCC പ്രസിഡന്റിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സുധാകരനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ താൻ ആ കത്ത് കണ്ടിട്ടില്ല, അത് വീട്ടിലുണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. അതായത് അത്രയും കാഷ്വൽ ആയിട്ട് ഒരു കെയർലെസ് ആയ രീതിയിലാണ് ആ കത്ത് കൈകാര്യം ചെയ്തത് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതൊന്ന് പൊട്ടിച്ച് വായിക്കുവാൻ പോലും KPCC പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. തുടർന്ന് വലിയ രീതിയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും KPCC അടക്കം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും മാത്രമല്ല ആ ഒരു കമ്മീഷനെ ഇവരോട് സംസാരിക്കാൻ, കുടുംബത്തോട് സംസാരിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ കുടുംബത്തോട് ഇവർ സംസാരിക്കുകയും തങ്ങൾ എല്ലാ ഉറപ്പും നൽകുകയും ചെയ്തത്. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ്. അവരടക്കം വന്നുകൊണ്ട് അത്തരത്തിൽ കുടുംബത്തോട് സംസാരിക്കുകയും ബാധ്യതകൾ തങ്ങൾ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു. അതേ തുടർന്ന് കുടുംബവും അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മകൻ പറഞ്ഞിരുന്നു, പാർട്ടിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കടകളെല്ലാം എഴുതി തള്ളാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളെല്ലാം പാർട്ടി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു എന്നതൊക്കെ അടക്കം കുടുംബം പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് വലിയ ആശ്വാസം കോൺഗ്രസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ നിന്നും ഈ പാർട്ടിക്ക് മാറി നിൽക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ന് നേരെ തിരിച്ച് അടിച്ചിരിക്കുകയാണ്. IC ബാലകൃഷ്ണനെതിരെ അടക്കം കേസ് വന്നിരിക്കുന്നു. IC ബാലകൃഷ്ണനെ പ്രതിയാക്കി കേസെടുക്കുന്നു. ND അപ്പച്ചൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിപട്ടികയിലുണ്ട്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.